ചെയ്യാം. ലിസൺ. ഫസ്റ്റ് എയ്ഡ്. Sometimes, in spite of being careful, accidents happen. First aid is the immediate help given to an injured person. നമ്മൾ പറഞ്ഞു അല്ലേ, സംടൈംസ് നമ്മൾ എത്ര കെയർ ചെയ്താലും എന്തുണ്ടാവും, ആക്സിഡൻസ് ഉണ്ടാവാം. നമ്മൾ എത്ര കെയർ ചെയ്യുകയാണെങ്കിലും ചില സമയത്ത് എന്ത് പറ്റും, ആക്സിഡൻസ് ഉണ്ടാവും. ആൻഡ് ഫസ്റ്റ് എയ്ഡ് ഈസ് ദ ഇമ്മീഡിയറ്റ് ഹെൽപ്പ് ഗിവൺ ടു അൻ ഇൻജേർഡ് പേഴ്സൺ. ആക്സിഡൻറ്റ് ഉണ്ടായ ഒരാൾക്ക് നമ്മൾ ആദ്യം കൊടുക്കുന്ന ഹെൽപ്പിനെയാണ് എന്ത് പറയുക, ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ദെൻ ഡു നോട്ട് ലെറ്റ് എ ക്രൗഡ് ഗ്യാദർ അറൌണ്ട് ദ ഹേർട്ട് പേഴ്സൺ. നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഡു നോട്ട് ലെറ്റ് എ ക്രൗഡ് ഗ്യാദർ അറൌണ്ട് ദ ഹേർട്ട് പേഴ്സൺ. ഇഞ്ചുറീസ് ഉണ്ടായ ആളുടെ കൂടെ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, അവിടെ ഒരു ക്രൗഡ് ഉണ്ടാവാൻ വേണ്ടി പാടില്ല അല്ലെ. തിക്കും തിരക്കും ഒക്കെ കൂട്ടിയിട്ട് അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി പാടില്ല. ദെൻ മേക്ക് ദ ഹേർട്ട് പേഴ്സൺ സിറ്റ് ഓർ ലൈ ഡൗൺ. ഒന്നുകിൽ എന്താണ്, ആക്സിഡന്റ് ഉണ്ടായ ആളെ എവിടെയെങ്കിലും ഇരിക്കാനോ അല്ലെങ്കിൽ അയാൾക്ക് കിടക്കാനോ ഉള്ള ഒരു പ്ലേസ് നമ്മൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് കൊടുക്കുക. ഒന്നുകിൽ അവരെ അവിടെ എവിടെയെങ്കിലും കിടത്തുക, അല്ലെങ്കിൽ നല്ല റിലാക്സ് ചെയ്യാൻ വേണ്ടി ഒന്ന് ഇരുത്താനുള്ള ഒരു ഫെസിലിറ്റി നമ്മൾ ചെയ്തു കൊടുക്കുക. Then, if the person is bleeding, clean the wound with an antiseptic lotion and tie a clean hanky or bandage over it. If the person is bleeding, മുറിവുണ്ടായ ഭാഗത്തുനിന്ന് ബ്ലീഡിങ് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ക്ലീൻ ദ wound with an antiseptic lotion. ഒരു ആന്റിസെപ്റ്റിക് ലോഷൻ വെച്ചിട്ട് ആ മുറിവ് എന്ത് ചെയ്യണം, നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കണം, നല്ല നീറ്റാക്കി ക്ലീൻ ചെയ്ത് കൊടുക്കുക. ദെൻ ആൻഡ് ടൈ എ ക്ലീൻ ഹാൻഡി ഓർ ബാൻഡേജ് ഓവർ ഇറ്റ്. ഒരു നല്ല വൃത്തിയുള്ള തുണിയോ ഹാൻഡ് കർച്ചീഫോ പോലെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നല്ല ടൈറ്റ് ആക്കിയിട്ട് എന്ത് ചെയ്യുക, ആ മുറിവിനെ കെട്ടി വെച്ച് കൊടുക്കുക. ദെൻ സ്റ്റേ നിയർ ദ ഇൻജേർഡ് പേഴ്സൺ ആൻഡ് കാം ഹിം ഡൗൺ. കോൾ എ ഡോക്ടർ ഇഫ് നീഡഡ്. എന്ത് ചെയ്യണം, ഇഞ്ചുറീസ് ഉണ്ടായ ആളെ നമ്മൾ കുറച്ച് ശാന്തമായിട്ട് അവരെ നമ്മൾ ആശ്വസിപ്പിച്ച് റിലാക്സ് ചെയ്യിക്കണം അല്ലേ. ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ കുഴപ്പമില്ല, പ്രോബ്ലം ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവരെ നമ്മൾ കംഫർട്ടബിൾ ആക്കി എടുക്കണം. ദെൻ എന്നിട്ടും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡോക്ടറെ വിളിക്കണം. ദിസ് ഈസ് ഫസ്റ്റ് എയ്ഡ്. ഫസ്റ്റ് എയ്ഡ് ഈസ് ദ ഇമ്മീഡിയറ്റ് ഹെൽപ്പ് ഗിവൺ ടു ആൻ ഇൻജേർഡ് പേഴ്സൺ. ആക്സിഡന്റ് ഉണ്ടായ ഒരാൾക്ക് പെട്ടെന്ന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഹെൽപ്പിനെയാണ് എന്ത് പറയുന്നത്, ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ദെൻ അതിന്റെ താഴെ സയൻസ് അറൗണ്ട് അസ് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ക്ലൗഡിൽ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, നമുക്ക് നോക്കാം അല്ലേ. If anybody gets burned, the very first thing is to reduce the temperature of the burned area. Put lots of chilled water or ice on it and apply honey to prevent it from infection. എന്താണ്, if anybody get burned, ആർക്കെങ്കിലും എന്താണ് പൊള്ളലേൽക്കുകയോ മറ്റോ ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണം, the very first thing it is reduce the temperature of the burned area. ആ പൊള്ളലേറ്റ ഭാഗത്തെ ടെമ്പറേച്ചർ, അവിടെയുള്ള ചൂട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ നോക്കേണ്ടത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, ആർക്കെങ്കിലും ബേൺസ് ഉണ്ടാവുകയാണെങ്കിൽ, ആരെങ്കിലും പൊള്ളലേൽക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ആദ്യം അവരെ എന്ത് ചെയ്യണം, ആ ഭാഗത്തുള്ള ആ പൊള്ളലേറ്റ ഭാഗത്തുള്ള ടെമ്പറേച്ചർ നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഹെൽപ്പ് ചെയ്യേണ്ടത്. ദെൻ put lots of chilled water or ice on it and apply honey to prevent it from infection. എന്ത് ചെയ്യണം, നന്നായിട്ട് തണുത്ത വെള്ളം അവിടെ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂ, അവിടുത്തെ ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റൂ അല്ലേ. ചൂട് കുറക്കണമെങ്കിൽ എന്ത് വേണം, തണുപ്പ് വേണം അല്ലേ. എന്താണ് മോളെ ബെനീറ്റ? മിസ് പറയുന്നത് ക്ലിയർ ഇല്ലാതെയും കട്ടായി കേൾക്കുന്നത് ഇടയ്ക്കിടയ്ക്ക്. ആണോ, എല്ലാവർക്കും ഉണ്ടോ? ഉണ്ട് അല്ലേ. ഓക്കെ, സെക്കൻഡ്. എന്താണ് മോളെ ജൂലിയറ്റ്? അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല മോളെ ജൂലിയറ്റ്? നോ, വൈ? മിസ് പറഞ്ഞ ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട് അല്ലേ. ഓക്കെ ബെനീറ്റ, അത് അവിടുത്തെ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും. Then listen.
ഇഫ് എനിബഡി ഗെറ്റ്സ് ബേൺഡ്, ആർക്കെങ്കിലും മുറിവുകളൊക്കെ പൊള്ളലേൽക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ വെരി ഫസ്റ്റ് തിങ് ഇറ്റ് ഇസ് ടു റെഡ്യൂസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ ബേൺഡ് ഏരിയ. മുറിവ് ഉണ്ടായ പൊള്ളലേറ്റ ഭാഗത്തെ ആ ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ നോക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് ചിൽഡ് വാട്ടർ ഓർ ഐസ് ഓൺ ഇറ്റ് ആൻഡ് അപ്ലൈ ഹണി ടു പ്രിവെന്റ് ഇറ്റ് ഫ്രം ഇൻഫെക്ഷൻ. നന്നായിട്ട് തണുത്ത വെള്ളം ഒഴിക്കുക. നന്നായി തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഓക്കെ, നന്നായിട്ട് തണുത്ത വെള്ളം അതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഹണി ടു പ്രിവെന്റ് ഇറ്റ് ഫ്രം ഇൻഫെക്ഷൻ. ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ കുറച്ച് തേൻ അല്ലേ, തേൻ അതിൻ്റെ മുകളിൽ പുരട്ടി കൊടുത്താൽ മതി. ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവും. ആയിരിക്കുന്ന ഓക്കെ. then ന്യൂ വേർഡ്സ്, നമ്മൾ ഇതിൽ പഠിച്ച പുതിയ വേർഡ്സ് ഏതൊക്കെയാണെന്നാണ്. ന്യൂ വേർഡ്സ് ആൻഡ് ആക്സിഡന്റ്, ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ഹാപ്പനിങ് ദാറ്റ് കോസ് ഇഞ്ചുറി. എന്താണ്? ആക്സിഡൻസ് ആണ്, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ വരുന്ന സാധനമാണ് അല്ലേ, അൺഎക്സ്പെക്റ്റഡ് ആണത്. നമ്മൾ എത്ര തന്നെ കെയർഫുൾ ആയിരുന്നാലും ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ എന്തുണ്ടാവും? ആക്സിഡന്റ് ഉണ്ടാവും അല്ലേ. ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ഹാപ്പനിങ് ദാറ്റ് കോസസ് ഇഞ്ചുറി, അപകടങ്ങൾ, മുറിവുകൾ ഉണ്ടാക്കുന്ന അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ് എന്ത്? ആക്സിഡന്റ്. ആൻഡ് zebra crossing, a place on the road where zebra like black and white stripes are painted for people cross the road from. എന്താണ്? റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ എന്തുണ്ട്? റോഡിന്റെ നടുവിൽ ചില സ്ഥലങ്ങളിൽ എന്ത് കാണാറുണ്ട്? ബ്ലാക്കും വൈറ്റും ലൈൻസ് ഇങ്ങനെ വരച്ചു വെച്ചിട്ട് കാണാറുണ്ട് അല്ലേ. അതെന്തിനാണ്? റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയാണ് അല്ലേ. കാൽനട യാത്രക്കാർക്കൊക്കെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തുള്ളത്? അങ്ങനെ വൈറ്റും ബ്ലാക്കും ലൈൻസ് ഉള്ളത്. സോ അതിനെയാണ് നമ്മൾ സീബ്ര ക്രോസിംഗ് എന്ന് പറയുന്നത്. ദെൻ let us revise. Accidents happen suddenly and can't put lives in danger. എന്താണ്? ആക്സിഡന്റ് എപ്പോഴും പെട്ടെന്നാണ് ക്ലിയർ ഉണ്ടോ മക്കളെ? യെസ്, നോ? എന്താണ് അലൻ? മിസ്സിന്റെ വീഡിയോ ക്ലിയർ ഇല്ല, വോയിസ് ക്ലിയർ ഉണ്ട്. വോയിസ് ക്ലിയർ ഇല്ല അല്ലേ? റൈറ്റ് ടു സേഫ്റ്റി റൂൾസ് ദാറ്റ് യു ഷുഡ് ഫോളോ. നമ്മൾ ചില സ്ഥലങ്ങളിൽ ഫോളോ ചെയ്യുന്ന കുറെ സേഫ്റ്റി റൂൾസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ റൈറ്റ് ടു സേഫ്റ്റി റൂൾസ് ദാറ്റ് യു ഷുഡ് ഫോളോ. നിങ്ങൾ ഇന്ന് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ചെയ്യേണ്ടത് ഇത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാണ് വേണ്ടത്. അതായത് റൈറ്റ് ടു സേഫ്റ്റി റൂൾസ് ദാറ്റ് യു ഷുഡ് ഫോളോ ഓൺ ദ റോഡ്, അറ്റ് ഹോം, ഓൺ ദ പ്ലേ ഗ്രൗണ്ട്. ഇത്രയും നോട്ട്ബുക്കിലേക്ക് ചെയ്യാം. ആക്ടിവിറ്റി എ, റൈറ്റ് ടു സേഫ്റ്റി റൂൾസ് ദാറ്റ് യു ഷുഡ് ഫോളോ ഓൺ ദ റോഡ് എന്ന് എഴുതുക. റോഡിൽ ഫോളോ ചെയ്യേണ്ട 2 സേഫ്റ്റി റൂൾസ് നോട്ടിലേക്ക് എഴുതുക. 2 or 3, 2 or 3 എഴുതാം. ദെൻ സേഫ്റ്റി അറ്റ് ഹോം, വീട്ടിൽ ഫോളോ ചെയ്യേണ്ട കുറച്ച് സേഫ്റ്റി റൂൾസ് ഏതൊക്കെയുണ്ട് അത് എഴുതാം. ദെൻ ഓൺ ദ പ്ലേ ഗ്രൗണ്ട്, കളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് ഈ 3 ഓൺ ദ റോഡ്, അറ്റ് ഹോം, ഓൺ ദ പ്ലേ ഗ്രൗണ്ട്, ഈ 3 കാര്യങ്ങളുടെയും സേഫ്റ്റി റൂൾസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതുക. ഓക്കെ, ക്ലിയർ ഇല്ലാത്ത പ്രോബ്ലം ഉണ്ടോ ഇപ്പോ? അതിന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. ദെൻ റൈറ്റ് T for true or F for false. എന്താണ്? ട്രൂ ഓർ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതെന്ത് ചെയ്യുക? അത് ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. ദെൻ ഫസ്റ്റ് വൺ എന്താണെന്ന് വെച്ചാൽ വേണമെങ്കിൽ ഞാൻ പറയാം. യു നോ വെൻ ആൻ ആക്സിഡന്റ് ഈസ് എബൌട്ട് ടു ഹാപ്പൺ. എന്താണ്? യു നോ വെൻ ആൻ ആക്സിഡന്റ് ഈസ് എബൌട്ട് ടു ഹാപ്പൺ. ഒരു അപകടം സംഭവിക്കാൻ പോവുകയാണ് എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം എന്നാണ് പറയുന്നത്. അത് ഒരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണോ അല്ല ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണോ? ഏതാണ്? ഫോൾസ്.
ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. കാരണം ആക്സിഡന്റ് എപ്പോഴും സംഭവിക്കുന്ന എപ്പോഴാണ്? ഇമ്മീഡിയറ്റ്ലി ആണ് അല്ലേ, അൺഎക്സ്പെക്റ്റഡ് ആണ് അല്ലേ. അത് വരാൻ പോകുന്നു എന്നുള്ളത് എന്ത് നമുക്കറിയില്ല. സോ യു മസ്റ്റ് വെൻ ആൻ ആക്സിഡന്റ് ഈസ് അബൌട്ട് ടു ഹാപ്പൻ ഈസ് എ ഫോൾസ് സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ഇസ് റോങ്. അപ്പൊ അവിടെ എന്ത് എഴുതുക? എഫ് എന്ന് എഴുതുക. നമുക്ക് ആക്സിഡന്റ് ഉണ്ടാകാൻ പോകുന്നത് നമുക്ക് അറിയാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അവിടെ ഫോൾസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. അവിടെ എഫ് എന്നാണ് എഴുതേണ്ടത്. ദെൻ you must walk on the footpath, that is a true statement. അങ്ങനെ ഇതിൽ ഏതൊക്കെയാണ് ട്രൂ സ്റ്റേറ്റ്മെന്റ്, ഏതൊക്കെയാണ് ഫോൾസ് സ്റ്റേറ്റ്മെന്റ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? നോക്കിയിട്ട് എഴുതണം. ഓക്കെ, ഏതൊക്കെയാണ് കറക്റ്റ്, ഏതൊക്കെയാണ് മിസ്റ്റേക്ക് ഉള്ളത് എന്ന് നോക്കി ടിയും എഫും അവിടെ എഴുതി ഫില്ല് ചെയ്യാം. ദെൻ ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ആക്ച്വലി ഇത് നിങ്ങൾ തന്നെ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഹൗ ക്യാൻ വി അവോയ്ഡ് ആക്സിഡൻസ് ആൻഡ് ഇറ്റ് ഇസ് എന്താണ്? ആഷ ഈസ് ലൈറ്റിനിങ് ആൻഡ് കാൻഡിൽ വിത്ത് സേഫ്റ്റി റൂൾ. വിച്ച് സേഫ്റ്റി റൂൾ ഷുഡ് ഷീ ഫോളോ? അവർ ഫോളോ ചെയ്യേണ്ട സേഫ്റ്റി റൂൾസ് എന്താണ്? പക്ഷെ ഇത് ഞാൻ നിങ്ങൾക്ക് വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തരാം. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നിങ്ങൾക്ക് ഞാൻ സെൻഡ് ചെയ്ത് തരാം. ദെൻ അതിന് മുമ്പിലുള്ള ട്രൂ ഓർ ഫോൾസും ദെൻ ലെറ്റ് us എൻജോയ് എന്ന് പറഞ്ഞിട്ട് ഒരു പോർഷൻ ഉണ്ട് അല്ലേ. മാച്ച് ദ റോഡ് സൈൻസ് ടു വാട്ട് ദേ മീൻ. അതായത് റോഡിൽ ചില സ്ഥലത്ത് എന്ത് കാണാറുണ്ട്? ഇങ്ങനെ സൈൻ ബോർഡുകൾ കാണാറുണ്ട് അല്ലേ. ഇതുപോലെ നിങ്ങൾ റോഡുകളിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? സൈൻ ബോർഡ്സ് കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? യെസ്, അങ്ങനത്തെ സൈൻ ബോർഡുകൾ റോഡ് സൈഡിൽ ഉണ്ടാകാറുണ്ട്. അപ്പൊ ഇവിടെ 3 സൈൻ ബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ 3 മീനിങ്ങും കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ആ സൈൻ ബോർഡ് എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത് എന്നുള്ള മീനിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ സൈൻ ബോർഡുകളൊക്കെ ഏതാണെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ചെയ്യിക്കുകയാണ് വേണ്ടത്. ഫസ്റ്റ് അവിടെ ഒരു എന്താണ് സൈക്കിളിന്റെ പിക്ചർ തന്നിട്ട് എന്തോ അവിടെ ഡിനോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ അത് എങ്ങോട്ടാണ് നമ്മൾ മാച്ച് ചെയ്യിക്കേണ്ടത്. ദെൻ സെക്കൻഡ് വൺ, ഒരു കുട്ടി എന്താണ് ഓടിപ്പോകുന്നുണ്ട് അല്ലേ. ബാഗൊക്കെ എടുത്തിട്ടാണ് തോന്നുന്നു ഒരു കുട്ടി ഓടിപ്പോകുന്നുണ്ട്. അപ്പൊ അത് ആ സൈൻ ബോർഡ് കാണുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ദെൻ ഒരു ഹോണിന്റെ പിക്ചറും തന്നിട്ടുണ്ട് അല്ലെ. ഹോൺ, വണ്ടിയുടെ ഒക്കെ ഹോണിന്റെ പിക്ചറും അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എങ്ങോട്ടാണ് മാച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ദെൻ നെക്സ്റ്റ് അനദർ ഫൺ ടു ഡു എന്താണ്? മേക്ക് യുവർ ഓൺ സേഫ്റ്റി ബുക്ക്ലെറ്റ്. നിങ്ങൾക്കായിട്ട് എന്തുണ്ടാക്കണം എന്നാണ് പറയുന്നത്? ഒരു സേഫ്റ്റി ബുക്ക്ലെറ്റ് ഉണ്ടാക്കണം. റൈറ്റ് സേഫ്റ്റി ഫസ്റ്റ് ഓൺ ദ കവർ ഓൺ ദ ഫസ്റ്റ് പേജ്. റൈറ്റ് യുവർ നെയിം. എന്താണ് സേഫ്റ്റി ഫസ്റ്റ് എന്ന് നിങ്ങൾ ചെയ്യണമെന്നില്ല. പക്ഷെ ഇത് ഉണ്ടാക്കി വെക്കുന്നത് നിങ്ങൾക്ക് തന്നെ വളരെ യൂസ്ഫുൾ ആണ്. ബിക്കോസ് ഒരു സേഫ്റ്റി ഫസ്റ്റ് എന്നുള്ള അതിന്റെ ബുക്കിന്റെ പുറത്ത് എന്ത് പേരാണ് കൊടുക്കേണ്ടത്? സേഫ്റ്റി ഫസ്റ്റ് എന്ന് പറഞ്ഞ നെയിം അവിടെ കൊടുക്കുക. ദെൻ അതിൻ്റെ അകത്ത് റൈറ്റ് യുവർ നെയിമും അഡ്രസ്സും പാരന്റിന്റെ അഡ്രസ്സ്, ഗാർഡിയൻ നെയിമും ഫോൺ നമ്പറും ഒക്കെ എവിടെ കൊടുക്കുക? അതിന്റെ ഫസ്റ്റ് പേജിൽ കൊടുക്കുക. ദെൻ അതിലെ ഓരോ പേജിലും എന്ത് ചെയ്യണം? നമ്മുടെ ഓരോരുത്തരുടെയും എന്താണ് ചെയ്യേണ്ടത്? ടെലിഫോൺ നമ്പേഴ്സ് എഴുതണം. ദെൻ ഫ്രം ദ നെക്സ്റ്റ് പേജ് ഓൺവേഴ്സ് റൈറ്റ് ആൾ ദ സേഫ്റ്റി റൂൾസ് യു നോ. എന്ത് ചെയ്യുക? ആദ്യം പറഞ്ഞതുപോലെ എന്ത് എഴുതുക? നമ്മുടെ അഡ്രസ്സ്, പെർമനന്റ് അഡ്രസ്സ് ഒക്കെ എഴുതുക. ദെൻ ടെലിഫോൺ നമ്പേഴ്സ്, നമുക്ക് എന്തെങ്കിലും ആക്സിഡന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നമ്പേഴ്സ് അല്ലേ, നമ്മുടെ പാരന്റിന്റെയും ഗാർഡിയന്റെയും ഒക്കെ ഫോൺ നമ്പേഴ്സ് എഴുതുക. ദെൻ അതിന്റെ ഓരോ പേജിലും നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ സേഫ്റ്റി റൂൾസും എഴുതുക. ഓക്കെ, അത് നിങ്ങൾ ചെയ്യണമെന്നില്ല, പക്ഷെ ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് ബെറ്റർ ആണ്, നിങ്ങൾക്ക് തന്നെ അത് എന്താണ് ബെനിഫിറ്റ് ആണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. സോ ഇപ്പൊ പറഞ്ഞ 2 safety rules that you should don't follow at home on the playground, അത് മുഴുവൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന് ഹോംവർക്ക് ആയിട്ട് നോട്ട്ബുക്കിലേക്ക് എഴുതണം. On the road, at home, on the playground. Okay, 2 or 3 safety rules. Then true or false statement. Then match the road signs what they mean. അതും എന്ത് ചെയ്യാം? ഇത്രയും ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. Then നമുക്ക് പിന്നെ എന്താണ് പിന്നെ വരാൻ പോകുന്നത്? നമുക്ക് നെക്സ്റ്റ് പുതിയ പോർഷൻ ആണ്. അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തന്നു കഴിഞ്ഞാൽ മാൻ ദ ലിവിങ് മെഷീനും ഈ ക്വസ്റ്റ്യൻ ആൻസറും കൂടി എന്ത് ചെയ്യും? ഒന്നിച്ച് പഠിക്കാൻ വേണ്ടി പറയും. എന്നിട്ട് എക്സാമും വെക്കും. അപ്പോൾ ആ സമയമാകുമ്പോഴേക്ക് എന്ത് ചെയ്യണം? മാൻ ദ ലിവിങ് മെഷീൻ ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആണ്, നന്നായിട്ട് അത് പഠിക്കണം. ദെൻ നെക്സ്റ്റ് വണ്ണും നന്നായിട്ട് പഠിച്ചു വെക്കുക. എന്നിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ
ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തരും. ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ എന്താണ്, നെക്സ്റ്റ് ക്ലാസ് മീൻസ് നെക്സ്റ്റ് സയൻസ് ക്ലാസ് ഈസ് മൺഡേ. അതിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കും. ദെൻ മൺഡേ ഉള്ള ക്ലാസ്സിൽ വരുമ്പോൾ എന്ത് ചെയ്യണം, നന്നായി പഠിച്ചിട്ട് വേണം വരാൻ വേണ്ടി. ഓക്കെ, നമുക്കപ്പോൾ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? സോ നെക്സ്റ്റ് എന്താണ്, ക്ലാസ്സിൽ വരുമ്പോൾ നന്നായി പഠിച്ചിട്ട് വരിക. ദെൻ നമുക്ക് പുതിയ പോർഷൻ സ്റ്റാർട്ട് ചെയ്യാം. ആക്ടിവിറ്റീസ് മുഴുവൻ നിർബന്ധമായും ചെയ്യണം. ഓക്കെ, ടൈം കഴിയാറായി.